എല്ലാവർക്കും നമസ്കാരം. വീക്കെൻഡൊക്കെ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ വീക്കെൻഡ് ആഘോഷിച്ചിട്ടില്ല, ചിലർക്ക് ശനി ഞായറായി കഴിഞ്ഞാൽ മനസ്സിലൊരു എന്നാണ് ഇനി ഒന്ന് തിങ്കളാഴ്ചയാവുക, എന്നാണ് മാർക്കറ്റ് തുറക്കുക, ആ ഒരു ചിന്ത തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസം ഭയങ്കരമായിരിക്കും. അത്തരക്കാർ ശ്രദ്ധിക്കണം. നിങ്ങൾ ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ അഡിക്റ്റായിരിക്കുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ഒരു സൈക്കോളജി കൂടിയാണ് അത്. അതായത് നിങ്ങൾ മാർക്കറ്റ് ഇല്ലാത്ത ദിവസങ്ങളിൽ വെപ്രാളപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വരും ദിവസങ്ങളിലും നിങ്ങളുടെ പണം നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഫ്യൂച്ചർ സൈക്കോളജിയാണത്. നല്ലവണ്ണം മനസ്സിലാക്കി വെച്ചോളൂ. നിങ്ങൾ മാർക്കറ്റിനെ വല്ലാത്ത ഒരു ലഹരിയോടുകൂടി ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ പണം നഷ്ടപ്പെടും. നിങ്ങൾ ട്രേഡിംഗ് നിർത്തുകയാണ് നല്ലത്. അത്തരത്തിൽ നിങ്ങൾക്കൊരു മനോഭാവം, ഒരു ചിന്താഗതി വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ബിഗിനേഴ്സിനായിരിക്കും അത് കൂടുതലും. ശനി ഞായറായി കഴിഞ്ഞാൽ വല്ലാത്ത ഒരു എന്നാണ് തിങ്കളാഴ്ചയാവുക, എന്നാണ് മാർക്കറ്റ് തുറക്കുക എന്നുള്ള ഒരു ചിന്തയായിരിക്കും. കാരണം എന്താണ്? അതിൻ്റെ പിന്നിലുള്ള വസ്തുത ഇത് തന്നെയാണ്. അവൻ്റെ പണം വേണ്ടതിലധികം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അത് എങ്ങനെയെങ്കിലും ഒന്ന് റിക്കവറി ചെയ്യണമെന്നുള്ളൊരു മനോഭാവം മാത്രമാണ്. ഷെയർ മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ സത്യസന്ധമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും തെറ്റാണ്. അത്തരത്തിൽ വിശ്വസിക്കുന്നത് അബദ്ധമാണ്. ഞാൻ പറയട്ടെ, തമിഴിലൊരു പാട്ടുണ്ട്, ഒരു സിനിമാ പാട്ടാണ്. കട്ടിൽ മുതൽ, അതായത് തൊട്ടിൽ മുതൽ കട്ടിൽ വരെ, തൊട്ടിൽ അതാ പെറ്റ കുട്ടിയാട്ടുന്ന തൊട്ടിൽ മുതൽ മരണപ്പെട്ട് കൊണ്ടുപോകുന്ന കട്ടിലിന് വരെ പൈസ കെട്ടണം, അല്ലേ? പൊട്ടണം സാപ്പാട്, അതായത് നമ്മൾ പൊതിച്ചോറിന് വരെ പൈസ കെട്ടണം. പൈസ ഇല്ലാതെ ഈ ഭൂമിയിൽ ഒന്നും ലഭിക്കുകയില്ല. കുടിക്കുന്ന വെള്ളത്തിനും കഴിക്കുന്ന ഭക്ഷണത്തിനും ഫ്രീ ആയിട്ട് ഇവിടെ കിട്ടുന്നത് സർവ്വചരാചരങ്ങൾക്ക് കിട്ടുന്നുണ്ട്, മനുഷ്യനൊഴികെ. മനുഷ്യൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൻ്റെ അരച്ചാൺ വയറിന് വേണ്ടി, ആ വയർ നിറയ്ക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവനെ ആശ്രയിച്ച് കഴിയുന്ന മറ്റുള്ളവരുടെ വയർ നിറപ്പിക്കുന്നതിന് വേണ്ടി നെട്ടോട്ടം ഓടുകയാണ്. അപ്പോൾ ഈ ഭക്ഷണത്തിനും ഈ വെള്ളത്തിനും പൈസ കെട്ടി അവൻ്റെ വയറ് നിറയ്ക്കണമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ ലോകം എത്തിച്ചെങ്കിൽ, അതായത് ആ മനുഷ്യനെ ഈ ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്നെങ്കിൽ, നമ്മൾ എങ്ങനെയാണ് ഷെയർ മാർക്കറ്റിനെ വിശ്വസിക്കുക? കാരണം ഷെയർ മാർക്കറ്റിലും നമ്മൾ പൈസ കെട്ടി തന്നെയാണല്ലോ ചെയ്യുന്നത്. ട്രേഡുകൾ ചെയ്യുന്നത് നമ്മൾ പണം കെട്ടി തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെ ഷെയർ മാർക്കറ്റിനെ വിശ്വസിക്കും? അങ്ങനെ സത്യങ്ങൾ മറയ്ക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. നമുക്ക് ഒന്നൊന്നായി നോക്കാം. അധികം സമയമില്ല, ഒരു 2-3 കാര്യങ്ങൾ നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ട്രാറ്റജി ഷെയർ മാർക്കറ്റിൽ എന്ന് വിശ്വസിക്കുന്ന ഒരു ഭാഗമുണ്ട്. ശരിയാണോ? ഒരിക്കലും ഷെയർ മാർക്കറ്റിൽ സ്ട്രാറ്റജിക്ക് മുഖ്യമായ ഒരു പങ്കില്ല. ഒരു 30% മാത്രമേ ഷെയർ മാർക്കറ്റിൽ സ്ട്രാറ്റജിക്ക് പങ്കുള്ളൂ. ബാക്കി 70% നമ്മുടെ മൈൻഡ് സെറ്റാണ്. നമ്മുടെ മൈൻഡ് സെറ്റ്, അതായത് ഒരു ബിഗിനർ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നു, അയാൾ ട്രേഡ് എടുക്കുന്നു, നഷ്ടപ്പെടുന്നു, പുറത്തു പോകുന്നു. വീണ്ടും അയാൾ പൈസ ഉണ്ടാക്കി ഷെയർ മാർക്കറ്റിലേക്ക് വന്നതിന് ശേഷമാണ് ട്രേഡിംഗ് എന്താണ്, ഇൻട്രാഡേ എന്താണ്, സ്വിംഗ് ട്രേഡ് എന്താണ്, ലോങ് എന്താണ്, ഓപ്ഷൻ എന്താണ് എന്നൊക്കെ പഠിച്ച് ചെയ്യുന്നത്. അങ്ങനെ പഠിച്ച് ചെയ്യുന്നതോടൊപ്പം അയാൾ സ്ട്രാറ്റജിയെക്കുറിച്ചും പഠിച്ച് ചെയ്യുന്നു. പക്ഷേ 99% വിജയിക്കുന്ന ഒരു സ്ട്രാറ്റജി ആണെങ്കിലും അതിൽ ട്രേഡ് ചെയ്യുമ്പോൾ അവൻ ക്ഷമയില്ലാതെയാണ് ആ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അവൻ്റെ ക്യാപിറ്റലിലെ ഒരംശം നഷ്ടപ്പെടുകയും ക്രമേണ ആ ക്യാപിറ്റൽ സീറോയിലേക്ക് പോവുകയും അവൻ പിന്നീട് മാർക്കറ്റിൽ നിന്ന് തന്നെ പുറത്താവുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഇപ്പോൾ സത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ട്രാറ്റജി 99% വിജയ സാധ്യതയുള്ള സ്ട്രാറ്റജി എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത്? അവൻ്റെ ഇമോഷൻ അവൻക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അവൻ്റെ മൈൻഡ് സെറ്റ് അവൻക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അവന് വിൽ പവർ നഷ്ടപ്പെട്ടു. ഒരു ട്രേഡ് 90% വിജയിക്കുന്ന ഒരു സ്ട്രാറ്റജിയിൽ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അവൻ അതിനൊരു സ്റ്റോപ്പ് ലോസ് വെച്ച്
ക്ഷമയോടുകൂടി കാത്തിരിക്കണം. ഒരു പക്ഷേ ആ സ്ട്രാറ്റജി സ്റ്റോപ്പ് ലോസ് അടിച്ച് പുറത്തായേക്കാം. പക്ഷേ ഇവൻ എന്താണ് ചെയ്യുക? ആ പോയ പണം എങ്ങനെയെങ്കിലും ഉടൻ റിക്കവർ ചെയ്യണം എന്നുള്ള ഒരു വ്യഗ്രതയോടുകൂടി വീണ്ടും അതേ ട്രേഡ് അല്ലെങ്കിൽ അതേ സ്ട്രൈക്ക് അല്ലെങ്കിൽ അതേ കോൾ ആ സ്റ്റോപ്പ് ലോസ് അടിച്ചതിന് ശേഷം വീണ്ടും കയറിപ്പോവുകയാണെങ്കിൽ ഉടനെ എന്ത് ചെയ്യും? വീണ്ടും എടുക്കും. ആ ട്രേഡ് വീണ്ടും എടുത്ത് ചിലപ്പോൾ ആ കയറിപ്പോയി ടാർഗറ്റിൻ്റെ അടുത്തെത്തിയപ്പോഴായിരിക്കും ഇത് ഇയാൾ രണ്ടാമത് വാങ്ങുക. ഈ രണ്ടാമത് അർജൻറ്റായി വാങ്ങാനുള്ള മാനസിക സിദ്ധാന്തം എന്താണ്? അത് ഇവൻ്റെ ഈ നഷ്ടപ്പെട്ട പണം റിക്കവർ ചെയ്യണം എന്നുള്ള വ്യഗ്രത തന്നെയാണ്. അപ്പോൾ ഇവൻ രണ്ടാമത് വാങ്ങിയത് ഹൈയിലായിരിക്കും. സ്റ്റോപ്പ് ലോസ് അടിച്ചത് താഴെ വന്ന് വീണ്ടും ഇത് മേലെ പോകുമ്പോഴാണല്ലോ ഇത് വാങ്ങുന്നത്. അതാ പോകുന്നു, അതാ പിടിക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ടാർഗറ്റ് നേരത്തെ അച്ചീവ് ആയിട്ടുണ്ടാവും. ഇയാൾക്ക് ഉദ്ദേശിച്ച ടാർഗറ്റ് എത്തുകയുമില്ല. വീണ്ടും അത് താഴേക്ക് വരും, സ്റ്റോപ്പ് ലോസ് അടിക്കും. ഇങ്ങനെ നിരന്തരം ഒരു ഇമോഷണൽ ട്രേഡ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അവൻ ലോസിലേക്ക് തന്നെയാണ് ദൈനംദിനം പോവുക. അപ്പോൾ ഇവിടെ സ്ട്രാറ്റജിക്കാണോ മുഖ്യം? ഇല്ല, ഞാൻ പറഞ്ഞ മൈൻഡ് സെറ്റിനാണോ മുഖ്യം? തീർച്ചയായും നമ്മൾ രാവിലെ നേരത്തെ എണീക്കുക, നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ ഊർജ്ജസ്വലതയോടുകൂടി ചെയ്യുക. നമ്മുടെ വിൽ പവർ ക്രമേണ വർദ്ധിക്കും. ആ വിൽ പവറിലൂടെ നമ്മൾ മാർക്കറ്റിനെ തരണം ചെയ്യണം. നമ്മളൊരു ടാർഗറ്റും ഒരു സ്റ്റോപ്പ് ലോസും വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ലോസ് അടിച്ചാലും അത് പോട്ടെ. അതായത് നിങ്ങളുടെ കയ്യിലുള്ള സ്ട്രാറ്റജി വെച്ച് അടുത്ത ഒരു കോൾ എപ്പോഴാണോ കിട്ടുന്നത് അതുവരെ നിങ്ങൾ ക്ഷമിക്കണം. ആ ക്ഷമയാണ് ഇവിടെ പ്രധാനം. അതാണ് നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ആ തരത്തിൽ ട്രേഡ് ചെയ്താൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾക്ക് ആ സ്റ്റോപ്പ് ലോസ് അടിച്ച് 500 രൂപ ചിലപ്പോൾ നഷ്ടമായേക്കാം. പക്ഷേ അത് നാളെ നിങ്ങൾക്ക് 1000 രൂപയായിരിക്കും ടാർഗറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുക. അപ്പോഴും 500 റിക്കവറായി 500 നിങ്ങൾക്ക് പ്രോഫിറ്റിലേക്ക്. ഇങ്ങനെ ഉറുമ്പ് ആഹാരം കൂട്ടിക്കൂട്ടി വെക്കുന്നത് പോലെ മാത്രമേ നമുക്ക് ഷെയർ മാർക്കറ്റിൽ നിന്ന് ക്ഷമയോടുകൂടി പണം സമ്പാദിക്കാൻ പറ്റുകയുള്ളൂ. മറ്റൊന്ന്, നമ്മളെപ്പോഴും നിഫ്റ്റി നാളെ അപ്സൈഡായിരിക്കും അല്ലെങ്കിൽ ഡൗൺ സൈഡായിരിക്കും, ബാങ്ക് നിഫ്റ്റി അപ്സൈഡായിരിക്കും, ഡൗൺ സൈഡായിരിക്കും എന്നുള്ള ഒരു 100% വിശ്വാസ്യതയോടുകൂടി മാർക്കറ്റിനെ സമീപിക്കാൻ പാടില്ല. മാർക്കറ്റ് എന്ന് പറയുന്നത് രണ്ട് വശത്തേക്കും പോകാം. അത് ന്യൂസ് ഇമ്പാക്റ്റ് ആവാം, അല്ലെങ്കിൽ വേൾഡ് ഇഷ്യൂസ് ആവാം, അതുമല്ലെങ്കിൽ ഓവർ സെല്ലേഴ്സ് ആവാം, അല്ലെങ്കിൽ ഓവർ ബയ്യേഴ്സ് വരാം. അങ്ങനെ മാർക്കറ്റിൻ്റെ ഗതി ലൈവ് മാർക്കറ്റിൽ എന്താണോ സംഭവിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ലൈവ് മാർക്കറ്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കൊരിക്കലും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. മാർക്കറ്റിനെ അങ്ങനെ പ്രവചിച്ചുകൊണ്ട് മുന്നിലേക്ക് വന്നവർ ആരുമില്ല. പിന്നെ നമ്മളൊക്കെ പറയുന്നുണ്ട് നാളെ മാർക്കറ്റ് താഴേക്ക് പോവും, മേലേക്ക് പോവും. പക്ഷേ അത് നമ്മൾ വ്യക്തമായ ഒരു ചാർട്ടിലൂടെയാണ് കാണിക്കുന്നത്. അത് എങ്ങനെയെന്ന് വെച്ചാൽ നോക്കൂ, ഇതിപ്പോൾ നിഫ്റ്റിയുടെ ഡേ ചാർട്ടാണ്. ഞാൻ പറയുകയാണ്, ഈ ഒരു മുഖ്യമായ ട്രെൻഡ് ലൈൻ ഉണ്ടല്ലോ, അതായത് ഈ സപ്പോർട്ട് ലൈൻ, ഇപ്പോൾ ഈ ഒരു പാരലൽ ചാനലിലൂടെയാണല്ലോ നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബ്രേക്ക് ആയിട്ടുണ്ട്, ഈ ലൈൻ ബ്രേക്ക് ആയിട്ടുണ്ട്. ഞാൻ പറയുകയാണ്, നിഫ്റ്റി നാളെ വീണ്ടും ഇവിടെ വന്ന് ഇതൊരു റീട്രേസ് ചെയ്ത് വീണ്ടും താഴേക്ക് പോകാം. ഏതുവരെ? ഇലക്ഷന് മുമ്പായിട്ട് 21,000 വരെ പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുകയാണ്. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നു. ഇനി ഈ ഭാഗം ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും നിഫ്റ്റി മുകളിലേക്ക് പോയി, എപ്പോഴും ഒരു സൈഡ് വേസിലൂടെയാണല്ലോ പോവുക, മുകളിലേക്ക് പോയി ഈ ലൈൻ ടച്ച് ചെയ്ത് ക്ലോസ് ചെയ്താൽ മുകളിലേക്ക് പോകാം. എങ്ങനെ? ഇലക്ഷന് ശേഷം. അങ്ങനെയും പറയുന്നു. അപ്പോൾ എന്തായി? രണ്ട് ഭാഗത്തേക്കും പോകുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ താഴെയാണുള്ളത്, ഇത് ഇനി കണ്ടിന്യൂ ആവാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നു. അതല്ല, ഇത് ഈ ലൈനിനെ വീണ്ടും ക്ലോസ് ചെയ്ത് വീണ്ടും മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഈ ട്രെൻഡ് ലൈന് ടച്ച് ചെയ്ത് വീണ്ടും താഴേക്ക് വരാം. അപ്പോഴേക്കും ഇലക്ഷനെല്ലാം കഴിഞ്ഞ് ഏതെങ്കിലും ഒരു പാർട്ടി അധികാരത്തിൽ വന്ന് ഈ ലൈനെ ക്ലോസ് ചെയ്ത്
ക്രോസ് ചെയ്ത് അത് വീണ്ടും മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുമാണ് പറയുന്നത്. അല്ലാതെ ഞാൻ പറയുകയാണ് നാളെ നിഫ്റ്റി തീർച്ചയായും ഈ ലൈനിൽ നിന്ന് വീണ്ടും റീടെസ്റ്റ് നടത്തി താഴേക്ക് വരും. അങ്ങനെ പറഞ്ഞാൽ എന്താവും? ട്രേഡ് ചെയ്യുന്ന ആളുകൾ അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, തീർച്ചയായും നിഫ്റ്റി താഴേക്ക് തന്നെ പോകും. അപ്പോൾ എന്തായി? അയാൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കില്ല. അതേസമയം നിഫ്റ്റി താഴേക്ക് വരാനും സാധ്യതയുണ്ട്, മുകളിലേക്ക് പോകാനും. ഇപ്പോൾ ഈ ലൈന് ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോകാനും സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ഇയാൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് എൻട്രി എടുത്ത് പുട്ട് സൈഡ് എടുത്താൽ ഇവിടെ കൊണ്ടുപോയൊരു സ്റ്റോപ്പ് ലോസ് വയ്ക്കും. ഇനി അഥവാ മാർക്കറ്റ് താഴെ പോകാതെ ഈ ലൈന് ക്രോസ് ചെയ്ത് മുകളിലേക്ക് വന്നാൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് അയാൾ വെച്ചിട്ടുണ്ട്, അയാൾക്ക് ചെറിയ നഷ്ടമായിരിക്കും സംഭവിക്കുക. പിറ്റേ ദിവസം അയാൾ ഇത് വീണ്ടും താഴേക്കാണ് വരുന്നത്, അയാൾ പുട്ട് സൈഡ് തന്നെ വീണ്ടും എടുത്തു, അത് ചിലപ്പോൾ താഴെ പോയേക്കാം. അപ്പോൾ ഈ മുകളിലേക്ക് പോയി സ്റ്റോപ്പ് ലോസ് അടിച്ച് 500 രൂപ നഷ്ടപ്പെട്ട ആൾക്ക് പിറ്റേ ദിവസം താഴേക്ക് വരുമ്പോൾ 1000 രൂപയാണ് പ്രോഫിറ്റ് കിട്ടുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിലായി. അപ്പോൾ ഒരാൾ പറയുന്നതും നമ്മൾ വിശ്വസിക്കരുത്. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും മാർക്കറ്റ് മുകളിലേക്ക് പോകും അല്ലെങ്കിൽ താഴേക്ക് പോകും, നാളെ മാർക്കറ്റ് അപ്സൈഡ് തന്നെയാണ് എന്നുള്ള ഒരു 100% വിശ്വാസത്തോടു കൂടി ഒരിക്കലും മാർക്കറ്റിനെ സമീപിക്കാതിരിക്കുക. അങ്ങനെ സമീപിച്ചാൽ നമ്മുടെ ക്യാപിറ്റലെല്ലാം നഷ്ടമായി നാം മാർക്കറ്റിന് പുറത്താവും. മൂന്നാമത്, ഇന്നിപ്പോൾ ഒരുപാട് ടെലഗ്രാം ചാനലുകളുണ്ട്, പബ്ലിക് ചാനലുകൾ, പ്രൈവറ്റ് ചാനലുകൾ, പെയ്ഡ് ഗ്രൂപ്പുകൾ, പ്രീമിയം ഗ്രൂപ്പുകൾ, അങ്ങനെ ഒത്തിരി. എനിക്കുമുണ്ട് ഒരു പ്രീമിയം ചാനൽ, അതിൽ കുറച്ച് ആളുകളുമുണ്ട്. അവർ വീണ്ടും, അതായത് നേരത്തെ സബ്സ്ക്രിപ്ഷൻ ചെയ്തവർ തന്നെ വിശ്വാസയോഗ്യരായി വീണ്ടും ചെയ്യുന്നുണ്ട്, ചെറിയ സംഖ്യയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടുകൾ കാണിച്ചു തരാം. എൻ്റെ ഒരു ജനറൽ ചാനലുണ്ട്, അതിലൊരു 1200ഓളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതിലെനിക്ക് വേണമെങ്കിൽ ഈ പ്രീമിയം ഗ്രൂപ്പിലേക്ക് ആകർഷിക്കാൻ വേണ്ടി അതായത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ സ്ക്രീൻഷോട്ടുകളിടാം. അതായത് 5000 പ്രോഫിറ്റ്, 10000 പ്രോഫിറ്റ്, അല്ലെങ്കിൽ 5 ലക്ഷം പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇന്നിപ്പോൾ പേപ്പർ ട്രേഡ് ചെയ്യുന്ന ഒരുപാട് ആപ്ലിക്കേഷനുകളുണ്ട്. അതിൽ നമുക്ക് വിർച്വൽ മണിയായി കിട്ടും. എത്ര വേണമെങ്കിലും നമുക്ക് ട്രേഡ് ചെയ്യാം, യാതൊരു സ്റ്റോപ്പ് ലോസോ നിയന്ത്രണമോ ഇല്ലാതെ. റിയൽ മണിയല്ലല്ലോ, നമുക്ക് ചെയ്യാം. ചില സന്ദർഭങ്ങളിൽ അത് പ്രോഫിറ്റായി, ചിലപ്പോൾ അങ്ങനെയല്ലോ മാർക്കറ്റ് നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു റാലിയൊക്കെ സംഭവിക്കുമ്പോൾ. അപ്പോൾ ഈ വിർച്വൽ മണിയിൽ ചെയ്തവർക്ക് ഇത് ചിലപ്പോൾ 10,000-ഉം 25,000-ഉം 50,000-ഉം ഒക്കെ പ്രോഫിറ്റ് ഇങ്ങനെ പോകുന്നത് സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡൊക്കെ എടുത്തിട്ട് അയക്കാം. അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്ക്രീൻഷോട്ടുകളിൽ വിശ്വസിക്കരുത്. ഇനി വിശ്വാസയോഗ്യമില്ലാത്ത മുഴുവൻ വിശ്വാസയോഗ്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല, സത്യസന്ധമായി സ്ക്രീൻഷോട്ട് അയക്കുന്നവരുമുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ, ഇപ്പോൾ ഒരു 500 രൂപ 1000 രൂപ പ്രോഫിറ്റിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ടൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് തീർച്ചയായും വിശ്വസിക്കാം. അതൊരിക്കലും കള്ളത്തരങ്ങളായിരിക്കില്ല. അതേസമയം ഒരുപാട് പേര്, അതായത് ഇപ്പോൾ എൻ്റെ പ്രീമിയം ഗ്രൂപ്പിൽ കുറച്ച് ആളുകളേ ഉള്ളൂ. ആ ഗ്രൂപ്പിലുള്ളവർക്ക് അതറിയാം, ആ ഗ്രൂപ്പിലുള്ളവർക്ക് ഇത്ര ആളുകളെ ഉള്ളൂ എന്നുള്ളത് അറിയാം. അതേസമയം അവർ ജനറൽ ഗ്രൂപ്പിലും ഉള്ളവരാണ്. അപ്പോൾ ഞാൻ ജനറൽ ഗ്രൂപ്പിൽ ഈ ഇത്തരത്തിലൊരു ഫേക്കായ ഒരു സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ അത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരിക്കലും അത്തരം കള്ളത്തരങ്ങൾ ചെയ്യാൻ കഴിയില്ല. ഞാൻ അത്തരം കള്ളത്തരങ്ങൾ ചെയ്യുന്നുമില്ല. ഒരാളുടെയും പൈസ അനാവശ്യമായി നഷ്ടപ്പെടരുത് എന്നുള്ള എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അത്തരത്തിൽ ആഗ്രഹിക്കുന്നവനാണ് ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞ സമയം കളയുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ സ്ക്രീൻഷോട്ട് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു ട്രേഡിങ്ങിലേക്ക് ഇറങ്ങരുത്. നാലാമതായി പറയാനുള്ളത്, ഇന്നിപ്പോൾ ഒരുപാട് ട്രേഡിംഗ് സ്കാമുകൾ നടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ദിവസവും നമ്മുടെ നമ്പർ എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് വെച്ചാൽ അത് പലരും പലതും പറയുന്നുണ്ട്. ചിലർ പറയുന്നു നമ്മുടെ ബ്രോക്കേഴ്സാണ് കൈമാറുന്നതെന്ന്, ചിലർ പറയുന്നു അത് വെബ്സൈറ്റ് വഴി എടുക്കുന്നതാണ്. അത് ഏതായിരുന്നാലും നമുക്ക് ബാംഗ്ലൂരിൽ നിന്നും പൂനെയിൽ നിന്നും ബോംബെയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമൊക്കെ ദിവസവും കോളുകൾ വരുന്നുണ്ട്. ട്രേഡിങ്ങിൽ നമ്മളെ സഹായിക്കും. വെറും 10,000 രൂപ തന്നാൽ മതി, നിങ്ങൾക്ക് മാസം 5,000 രൂപ പ്രോഫിറ്റ് അല്ലെങ്കിൽ 10,000 രൂപ പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അക്കൗണ്ട് ഹാൻഡ്ലിങ്, ഇതെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തട്ടിപ്പാണ്. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം നമ്മളൊരു 10,000 രൂപ കൊടുക്കുന്നു, 10,000 രൂപ കൊടുത്തു. അയാൾ ചിലപ്പോൾ
ഒരു മാസം അല്ലെങ്കിൽ 2 ആഴ്ചയിലൊക്കെ ഒരു 1000 രൂപയോ 2000 രൂപയോ പ്രോഫിറ്റ് കൊടുത്തേക്കാം. കൂടുതൽ പ്രോഫിറ്റ് വേണമെങ്കിൽ ഈ 10,000 രൂപ കൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്താൽ ഒരിക്കലും എത്താൻ കഴിയുന്നില്ല. കുറച്ചുകൂടെ വേണം, 20,000 വേണം. അപ്പോൾ 20,000 അയക്കുമ്പോൾ അയാൾ എന്തു ചെയ്യും? ഒരു 5,000 രൂപ പ്രോഫിറ്റ് കൊടുക്കും. അങ്ങനെ അയാളിലേക്ക് ഈ ട്രേഡറുടെ വിശ്വാസ്യത വരുത്തിക്കൊണ്ട് പിന്നീട് അത് 20,000 50,000 ആവും. ഇയാൾ ഈ ട്രേഡറിൽ വിശ്വസിക്കണം, അതായത് ഏജൻറ്റിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ 50,000 എവിടെ നിന്നെങ്കിലും കടം വാങ്ങി 1 ലക്ഷത്തിലേക്ക് എത്തും. 1 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ 25,000 പ്രോഫിറ്റ് കൊടുക്കും. അപ്പോൾ ഈ 25,000 പ്രോഫിറ്റ് കൊടുക്കുന്നത് ഇയാളുടെ 1 ലക്ഷത്തിൽ നിന്ന് തന്നെയാണ്. ഇനിയും പ്രോഫിറ്റ് കൂടുതൽ കിട്ടുമല്ലോ എന്നുള്ള ഒരു വിശ്വാസത്തിൽ എന്തെങ്കിലുമൊക്കെ വസ്തു പണം വെച്ച് ലോൺ എടുത്ത് 5 ലക്ഷമോ 10 ലക്ഷമോ ഇയാളിലേക്ക് കൈമാറുമ്പോഴാണ് ഈ യഥാർത്ഥ തട്ടിപ്പിന് അപ്പോൾ ഇരയാവുന്നത്. പിന്നീട് ഈ 10 ലക്ഷം ഉണ്ടാവില്ല, ലാഭവും ഉണ്ടാവില്ല, അയാളും ഉണ്ടാവില്ല. അപ്പോൾ അത്തരം കോളുകൾ വന്നാൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്, ഷെയർ മാർക്കറ്റിനെ നമ്മൾ 100% വിശ്വാസയോഗ്യതയോടുകൂടി സമീപിക്കാമോ? ഇല്ല. ഒറ്റ വാക്കിൽ ഉത്തരം ഇല്ല. ഒരിക്കലും സമീപിക്കരുത്. അതിലും ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് ചതിക്കുഴികളുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കുടിക്കുന്ന വെള്ളത്തിനും കഴിക്കുന്ന ഭക്ഷണത്തിനും പൈസ നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ, പൈസ ഉണ്ടാക്കിയാലാണ് നമുക്ക് ഭക്ഷണം കിട്ടുന്നുള്ളൂ എങ്കിൽ തീർച്ചയായും ഷെയർ മാർക്കറ്റിലും ഒരുപാട് ചതിക്കുഴികളുണ്ട്. നമ്മുടെ മൈൻഡ് സെറ്റാണ് പ്രധാനം. 70% മൈൻഡ് സെറ്റും 30% സ്ട്രാറ്റജിയിൽ നിങ്ങൾ വിശ്വസിക്കുക. മാർക്കറ്റ് സൈക്കോളജിയെക്കുറിച്ച് നിങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുക. എൻ്റെ പ്രീമിയം ഗ്രൂപ്പിൽ ആളുകൾ വന്നിട്ടില്ലെങ്കിലും ശരി, ഉള്ളത് സത്യസന്ധമായി വിളിച്ചു പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത് എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറയുക തന്നെ ചെയ്യും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.